കോൺഗ്രസിൽ ചേരുന്ന പ്രാദേശിക നേതാക്കൾ പാണക്കാട്ട് തങ്ങളെ വണങ്ങേണ്ട ഗതികേടിലെന്ന് കെ സുരേന്ദ്രൻ. പാണക്കാടെത്തി അനുഗ്രഹം വാങ്ങിയാൽ മാത്രമേ കോൺഗ്രസിൽ പ്രവർത്തിക്കാനാകൂ എന്നതാണ് അവസ്ഥയെന്നും സുരേന്ദ്രൻ പറഞ്ഞു. പാണക്കാടെത്തി അനുഗ്രഹം വാങ്ങിയാൽ മാത്രമേ കോൺഗ്രസിൽ പ്രവർത്തിക്കാനാവുകയുള്ളൂ എന്നതാണ് അവസ്ഥ. എന്തുകൊണ്ടാണ് മറ്റു മത സാമുദായിക ആചാര്യന്മാരെ നവാഗതർ കാണാത്തത്? എന്തുകൊണ്ടാണ് തട്ടിൽ പിതാവിനെയോ വെള്ളാപ്പള്ളിയോ സുകുമാരൻ നായരെയോ പുന്നലയെയോ കാണാത്തത്? എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് യാക്കോബായ ലത്തീൻ വിഭാഗങ്ങളെ കാണാത്തത്? എന്തുകൊണ്ടാണ് വിശ്വകർമ്മ നേതാക്കളെയോ മുത്താൻ സമുദായ നേതാക്കളെയോ കാണാത്തത്? ചെട്ടി സമുദായത്തെയോ തേവർ സമുദായത്തെയോ കാണാൻ ആരും എന്താണ് പോവാത്തത്? കത്തോലിക്ക സഭയുമായി നല്ല ബന്ധമുള്ള ഘടകകക്ഷി നേതാവ് PJ ജോസഫിനെ പോലും കാണാൻ പോവാത്തത് എന്താണ്? ഇവരെയൊന്നും പരിഗണിക്കേണ്ടെന്നാണോ കോൺഗ്രസിന്റെ നിലപാടെന്നും അദ്ദേഹം ചോദിച്ചു. VT സതീശനും സംഘവും കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? പോപ്പുലർ ഫ്രണ്ടും പാണക്കാട് തങ്ങളും മാത്രം മതി തിരഞ്ഞെടുപ്പ് ജയിക്കാൻ എന്നാണ് VT സതീശൻ വിചാരിക്കുന്നത്. ലജ്ജാകരമായ സ്ഥിതിയിലേക്ക് കോൺഗ്രസ് എത്തി. പാലക്കാട് നടക്കുന്ന കാര്യങ്ങൾ മുരളീധരനും തങ്കപ്പനും ഒന്നും അറിയില്ലെന്നാണ് പറയുന്നത്. കോൺഗ്രസ് ഒരു വിഭാഗത്തിൻ്റേത് മാത്രമായി മാറിക്കഴിഞ്ഞു. VT സതീശനും ഷാഫി പറമ്പിലും കോൺഗ്രസിനെ ഒരു കൂട്ടരുടെ ആലയിൽ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. SDPIയുടെ നോട്ടീസും കൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ സതീശന് നാണമില്ലേ? PDPയുമായി ചേർന്ന് പ്രചരണം നടത്തുകയാണ് LDF ചെയ്യുന്നത്. ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടാൻ വർഗീയത പ്രചരിപ്പിക്കുമ്പോൾ ബാക്കിയുള്ള 77% ജനങ്ങൾക്ക് ഒരു വിലയുമില്ലേ? മുനമ്പം വകഭൂമിയായി പ്രഖ്യാപിക്കണമെന്നാണ് മുസ്ലിം സംഘടനകൾ പറയുന്നത്. ഇതിനെക്കുറിച്ച് എന്താണ് കോൺഗ്രസും ഇടതുപക്ഷവും നിലപാട് വ്യക്തമാക്കാത്തത്? പാലക്കാട് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുകയാണ് കോൺഗ്രസ്. ഇതിനെതിരെയുള്ള ജനവിധിയായിരിക്കും ഇത്തവണ ഉണ്ടാവുകയെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു.